ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇഡിയുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പരിശോധനയ്ക്കായി കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ ആരംഭിച്ച പരിശോധന ഇനിയും നീളും എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു. ആർ അനന്തകൃഷ്ണൻ അനന്തൻ, കൂടുതൽ ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തി എന്നതടക്കമുള്ള പുതിയ വിവരങ്ങൾ എന്താണ്? ഇത് എത്ര സമയം ഈ പരിശോധന തുടരും? രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണോ? പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ടോ? രതീഷ്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളം, തമിഴ്നാട്, കർണാടക അടക്കം 3 സംസ്ഥാനങ്ങളിലാണ് ഇഡിയുടെ റെയ്ഡ് നടക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് 5 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും വീട്, അതുപോലെ തന്നെ എൻ വാസുവിൻ്റെ വീട്, ദേവസ്വം ബോർഡ് ആസ്ഥാനം അടക്കമാണ് ഈ റെയ്ഡ് നടക്കുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പോൾ കൂടുതൽ ഇഡി ഉദ്യോഗസ്ഥർ ഈ പരിശോധനയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പരിശോധന ഇനിയും നീളും എന്നുള്ളതാണ്. ഒരിടത്തെയും പരിശോധന ഇതുവരെ അവസാനിച്ചിട്ടില്ല. മാത്രമല്ല, ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തുന്ന പരിശോധനയിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ശബരിമല ക്ഷേത്രത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന വഴിപാടുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, സ്പോൺസർമാരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന 2 സെക്ഷനുകളിലാണ് ഇപ്പോൾ പരിശോധന സജീവമായി തുടരുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഴയ ഫയലുകൾ, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഫയലുകൾ അവിടെ കുറവാണ്. കാരണം അത് SITയും ദേവസ്വം വിജിലൻസും ഒക്കെ നേരത്തെ പിടിച്ചെടുത്തതാണ്. അതുകൂടാതെയുള്ള വഴിപാടുകളുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൂടി, അതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ സംബന്ധിച്ച കണക്കുകൾ കൂടി പരിശോധിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പരിശോധന ഇപ്പോഴെങ്കിലും അവസാനിക്കുന്ന മട്ടില്ലെന്നും വിവരമുണ്ട്.